ദുഃഖങ്ങളും ദുരിതങ്ങളും വാരി വിതറുന്ന കർക്കിടക മാസം. തോരാത്ത മഴയും കാറ്റും ഇടിയും മിന്നലും ഉരുൾപൊട്ടലും പ്രളയവുമെല്ലാം നാടിനും നാട്ടുകാർക്കുമേൽ സങ്കട കടലുകൾ തീർക്കുന്നത്. പകർച്ചവ്യാധികളും ദാരിദ്ര്യവും പട്ടിണിയും മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ആദ്യവും വ്യാധിയും അകറ്റി ആനന്ദം പകരാൻ മലനാട്ടിൽ മഴ തീരങ്ങൾ ഇറങ്ങുന്നു. കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു പ്രത്യേക സമുദായക്കാർ കെട്ടിയാടുന്ന ആകർഷകമായ തെയ്യക്കോലമാണ് മാരിത്തെയ്യം. കർക്കിടകം 16 നാളിലാണ് മാരിത്തെയ്യം പുറപ്പെടുന്നത്. കോലക്ലാബിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ മാടായിക്കാവുമായി മാരിത്തെയ്യത്തിന് ബന്ധമുണ്ട്. കാവിൽ നിന്നും അല്പം അകലെയായി പ്രത്യേക സ്ഥലത്ത് നിന്നാണ് വിപുലമായ ചടങ്ങുകളോടെ മാരിക്കോലങ്ങൾ പുറപ്പെടുന്നത്. ആര്യ നാട്ടിൽ നിന്നും 7 ദേവതമാർ കടലിലൂടെ യാത്ര പുറപ്പെടുന്നു. ആ നാട്ടിൽ നിന്ന് ജന്മം കൊണ്ട മാരിക്കൂട്ടങ്ങൾ ദേവതമാരുടെ കണ്ണുവെട്ടിച്ച് അവരുടെ യാത്രാവാഹനത്തിൽ കയറിക്കെത്തുന്നു. കടലിൽ നടുവിലെത്തിയപ്പോൾ ചൂരിയാങ്കാറ്റും മാരിയാങ്കാറ്റും ഇവരെ പിടിച്ചുലച്ചു. അങ്ങനെ മലനാട്ടിനരികിലൂടെ കടന്നുപോയപ്പോൾ ദേവതമാർ തട്ടും തടയും വെച്ച് മാരിക്കൂട്ടങ്ങളെ അവിടെ ഇറക്കിവിട്ടു. അതോടെ വൻ വിപത്തുകൾ മലനാടിനെ പിടികൂടാൻ തുടങ്ങി. മനുഷ്യരും കന്നുകാലികളും പക്ഷികളുമെല്ലാം കടുത്ത രോഗങ്ങൾ ബാധിച്ച് ചത്തൊടുങ്ങി. ക്ഷേത്രങ്ങളിൽ വിളക്കുവെക്കലും പൂജകളും മുടങ്ങി. ഒടുവിൽ തിരുവർക്കാട്ട് ഭഗവതിക്കും ഒരു വിപത്ത് ബാധിച്ചു. ക്ഷേത്രത്തിൽ പ്രശ്നം വെച്ചപ്പോൾ ഇതിന് പരിഹാരം കാണാൻ പൊള്ളയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് തെളിഞ്ഞു. പൊള്ള മാടായിക്കാവ് ക്ഷേത്രത്തിലെത്തി മന്ത്രങ്ങൾ ചൊല്ലി 118 കൂട്ടം ശനികൾ ദേവിയെയും നാടിനെയും ബാധിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തി. പരിഹാര മാർഗമായി മാരിത്തെയ്യം കെട്ടി മാരിപ്പാട്ട് പാടണമെന്നും അറിയിച്ചു. അന്ന് മലനാട് ഭരിച്ചിരുന്നത് ചിറക്കൽ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ ഭരണ ഉത്തരവാദിത്തം ചേരമാൻ പെരുമാറുമായിരുന്നു. കൂട്ടം ശനികളിൽ 2 കൂട്ടം ശനിയെ മലയൻ സമുദായക്കാർക്കും 1 കൂട്ടം ശനിയെ മണ്ണാൻ സമുദായക്കാർക്കും ബാക്കി വരുന്ന ശനിയെ പുലയ സമുദായക്കാർക്കും മാത്രമേ ഒഴിപ്പിക്കാൻ കഴിയൂ എന്നും ഉള്ള പറയുന്നു.